നമ്മൾ ഫസ്റ്റ് കർട്ടൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന ഫാബ്രിക്കിനെ കുറിച്ചാണ്. നമ്മളുടെ അടുത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാറ്റലോഗ്സിൽ പലതരത്തിലുള്ള ഫാബ്രിക്കുകൾ ഉണ്ട്. അതിൽ തന്നെ കോട്ടൺ, പോളിസ്റ്റർ രണ്ടുകൂടി മിക്സ് ആയിട്ട് വരുന്നുണ്ട്. കർട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്: ബേസിക്, പ്രീമിയം, മീഡിയം. ഇപ്പോൾ ഓരോ കാറ്റലോഗ് നോക്കുമ്പോഴും അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എത്ര % പോളിസ്റ്റർ ആണ്, എത്ര % കോട്ടൺ ആണ് എന്നുള്ളതാണ്. ഇത് ഫുള്ളി പോളിസ്റ്റർ ഒരു മിക്സ് ആയിട്ട് വരുന്ന ഇതാണ്. ഒരു വെൽവെറ്റ് ടൈപ്പ് ഫിനിഷാണ് വരുന്നത്. കൂടുതൽ കാറ്റലോഗിലും നമുക്ക് ഓരോ പേരുകളും വ്യക്തമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കമ്പനിയുടെ തന്നെ പല ടൈപ്സ് ഓഫ് കാറ്റലോഗ് വരുന്നുണ്ട്. ഇത് നമ്മൾ ക്ലയൻറ്റിനെ കാണിക്കുമ്പോൾ കൂടുതലും ഇതിൻ്റെ അടിയിൽ ഫ്ലാഷ് വെച്ച് കാണിക്കും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്ലാക്ക് ഔട്ടും ട്രാൻസ്പെറൻസിയും കാണിക്കാനായിട്ടാണ് ഇങ്ങനത്തെ കാറ്റലോഗിൽ നമ്മൾ ഫ്ലാഷ് വെച്ച് കാണിക്കുന്നത്. ഇത് ഫുള്ളി പ്ലെയിൻ ആയിട്ടുള്ള ടൈപ്പ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ പല ടൈപ്സ് ഓഫ് കർട്ടൻ ചെയ്യും. റിപ്പിൾ ചെയ്യാം, പ്ലീറ്റഡ് ചെയ്യാം, ഐലറ്റ് ചെയ്യാം, റോമൻ എല്ലാ കർട്ടനിലും ചെയ്യാൻ പറ്റും. ഇതേപോലത്തെ ഏത് ക്ലോത്തിൽ നമുക്ക് റോമൻ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് സിൽക്കി ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് കാറ്റലോഗ്സിൽ തന്നെ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് നമുക്ക് സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ഒരു നോർമൽ കളേഴ്സ് തന്നെ വരുന്നുണ്ട്. അധികം ബ്ലെൻഡ് ആവാത്ത ടൈപ്പ് ഒരു പ്ലെയിൻ പോലത്തേക്ക് ആദ്യം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലൈനിങ് വരുന്നുണ്ട്. ഒരുപാട് മോഡൽസ്. പിന്നെ കിഡ്സ് റൂമിലോട്ടൊക്കെ മെയിനായിട്ട് വരുന്നത് പിങ്ക്, ബ്ലൂ ആ കളേഴ്സ്, കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന കളേഴ്സ് ഉണ്ട്. ലൈനിങ് മഷ്റൂംസ് ഉണ്ട്. പിന്നെ ഇത് 2 ലൈൻസ് വരുന്നുണ്ട് ഒരുപാട്. പിന്നെ ബോർഡർ ലൈനിങ് വരുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് സാധാരണ ഒരു 3 വാൾ ജനലിൽ ഏകദേശം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൂടുതൽ ആൾക്കാർ ചെയ്യുമ്പോൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലൈൻഡ്സ് ആയിട്ട് ചിന്തിക്കുകയുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നാൾ നമുക്ക് ലൈഫ് കിട്ടാനും അധികം കംപ്ലയിൻസ് ഇല്ലാണ്ടിരിക്കാൻ എപ്പോഴും നല്ലത് ബ്ലൈൻഡ്സ് ആണ്. പിന്നെ വരുന്നത് ബ്ലൈൻഡ്സിൽ തന്നെ ഇപ്പോൾ ഞാൻ കർട്ടനിൽ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ്സിലും വരുന്നുണ്ട് ബ്ലാക്ക് ഔട്ട് കളക്ഷൻസ്. എക്സ്ക്ലൂസീവ് ബ്ലാക്ക് ഔട്ട് എന്നാണ് വരുന്നത്. ആദ്യം കാണിച്ച് ഞാൻ ഒരു സെമി ബ്ലാക്ക് ഔട്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ഔട്ട് വരുന്നത്. ഒട്ടും ട്രാൻസ്പെറൻസി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു റൂമിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പുറത്ത് പകലാണോ അല്ലെങ്കിൽ രാത്രിയാണോ എന്നുള്ള അറിയാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ. അത്യാവശ്യം എല്ലാ കളേഴ്സിൻ്റെ അവൈലബിൾ ആണ്. ഇത് ഇത്തിരി കട്ടി കൂടുതലായിരിക്കും ഫാബ്രിക്കിന്. മറ്റേത് ഏകദേശം 7 സെൻറ്റിമീറ്റർ വിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം 10 സെൻറ്റിമീറ്റർ വിട്ട് വരെ വരും. ഇതും മിക്ക കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടുതൽ കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്.